ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ. മൃതദേഹം പല കഷ്ണങ്ങളാക്കി മുറിച്ച് മറവു ചെയ്തു. കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടന്നു. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ED ഉദ്യോഗസ്ഥർ രേഖകൾ വിശദമായി പരിശോധിച്ചു. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് MVD. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നിലപാട് മയപ്പെടുത്തി പാലക്കാട് DCC. രാഹുലിന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. 38 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാഹുൽ മണ്ഡലത്തിലെത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പൊതുപരിപാടികളിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം. G. സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ KPCC നേതൃത്വം. നേതാക്കൾ NSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്തും. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമെന്ന കോൺഗ്രസ് നിലപാട് NSSനെ ബോധ്യപ്പെടുത്തും. KJ ഷൈനിനെതിരായ അപവാദ പ്രചാരണ കേസിൽ KM ഷാജഹാനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് മറ്റന്നാൾ നൽകും. ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ ഡിലീറ്റ് ചെയ്തു. കൊണ്ടോട്ടി അബു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ യാസറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. CPI ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരും. ശക്തമായി എതിർത്ത് കേരളം. UP, ബീഹാർ ഘടകങ്ങൾ രാജയെ പിന്തുണച്ചു. P. സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. സമ്മേളനം ഇന്ന് കൊടിയിറങ്ങും. ലഡാക്കിലെ സംഘർഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുക്കിനെ പഴിച്ച് കേന്ദ്രം. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ച് വാങ്ചുക്ക്. ലേയിൽ നിരോധനാജ്ഞ തുടരുന്നു. പാകിസ്ഥാനുമായി സഹകരണം ശക്തിപ്പെടുത്താൻ അമേരിക്ക. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇന്ന് വാഷിംഗ്ടണിലെത്തും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച. ഗാസയിൽ ഇസ്രായേൽ കരസേനയുടെ ആക്രമണം തുടരുന്നു. 24 മണിക്കൂറിനിടെ 80 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഹൂത്തികൾ. ലഹരിക്ക് അടിമയാകുന്നവർക്ക് സൗജന്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംയോജിത പുനരധിവാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. IRCAകൾക്കുള്ള ധനസഹായ വിതരണം മുടങ്ങിയിട്ട് 1.5 വർഷം. ഓരോ കേന്ദ്രവും പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിൽ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെ 41 റൺസിന് തോൽപ്പിച്ചു. പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിലെ വിജയിയെ ഫൈനലിൽ ഇന്ത്യ നേരിടും.